ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആങ്ങളയുടെ വീട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ തലേദിവസം എടുത്ത വീഡിയോയാണ്. വെള്ളിയാഴ്ച വൈകിട്ടത്തെ വീഡിയോയാണ്. ശനിയാഴ്ച അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് ഞായറാഴ്ച വെളുപ്പിന് 4:30 ആയപ്പം കോഴിക്കോട് എത്തിയായിരുന്നേ. അക്സ രാത്രിക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും പനീർ ബുർജിയും ഉണ്ടാക്കുക. ഈ ഒരു മസാല ചേർത്തിട്ടാണ് കേട്ടോ പനീർ ബുർജി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്തിട്ട് സവാള നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നൊരു പരുവത്തിന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടി, അധികം പൊടികളൊന്നും വേണ്ട, എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതിയേ. പിന്നെ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ഒരു മസാലയ്ക്ക് നമ്മൾ നൂഡിൽസൊക്കെ വാങ്ങുമ്പം അതിനകത്തുണ്ടാകുന്ന മസാലയില്ലേ, അതിൻ്റെ ഒരു മാഗിയുടെ മസാലയ്ക്ക് ഉള്ള ടേസ്റ്റ് അല്ല, അല്ലാതെ വേറൊരു നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഇട്ടാൽ മതി. ഈ എണ്ണയിൽ അത് ചൂടാക്കുകയൊന്നും വേണ്ട. തീ ഓഫാക്കുന്നതിന് മുമ്പ് ശകലം പൊടി ഇട്ടാൽ മതി. പിന്നെ പനീറൊക്കെ നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതൊക്കെ ചേർത്തു. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പനീർ ചേർത്തത്. പനീർ ചേർത്തിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പനീറൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മസാല കുറച്ച് ചേർക്കുന്നുണ്ട്, അധികമൊന്നും വേണ്ട. ഈ ഒരു പാക്കറ്റിലുള്ളത് കൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്താൽ മതി ഈ ഒരു പൊടി. മുട്ട കൊണ്ടും ഇതുപോലെ തന്നെ ബുർജി ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുട്ട കൊണ്ടൊക്കെ ബുർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ ആട്ടയൊക്കെ കുഴച്ച് എടുക്കുന്നുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ഞങ്ങൾ പോരുമല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോരാനുള്ള മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ്മി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഓരോരുത്തർ ചപ്പാത്തിയൊക്കെ ചൂടോടെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഒത്തിരി ദൂരമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി, പക്ഷേ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താമസിച്ച് പോയെങ്കിലോ എന്ന് ഓർത്തിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും രാത്രിക്കത്തേക്കും ഒക്കെ ഉള്ള ഫുഡൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്. അല്ലെങ്കിൽ രാവിലെ അത്രയും നേരത്തെ പോകുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ രാവിലെ ഉണ്ടാക്കലൊന്നും നടക്കുകയല്ലോ. അതുകൊണ്ട് തലേദിവസം രാത്രിയിൽ കുറച്ച് മോരൊക്കെ കാച്ചി വെച്ചു. പിന്നെ മുട്ട റോസ്റ്റിനുള്ള സവാളയൊക്കെ നല്ല ബ്രൗൺ നിറമാക്കിയിട്ട്, നമ്മൾ ബിരിയാണിക്കൊക്കെ സവാള വറുത്തെടുക്കുകയില്ലേ, അതുപോലെ നല്ല ബ്രൗൺ നിറമാക്കി വറുത്ത് വെക്കുന്നുണ്ട്. വേറെ മസാലകളോ തക്കാളിയോ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല, അതൊക്കെ പിറ്റേ ദിവസം കേട്ടോ ചേർത്തത്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി വെച്ചു. ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അതിന് പടക്കമൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ആട്ടോ ഇത്. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ പോയപ്പോൾ മമ്മി പാത്രമൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോരുന്നതിൻ്റെ അന്ന് ശനിയാഴ്ച കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. മമ്മി കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മീനച്ചാറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ. മീനച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറേ ബോംബെയിൽ നിന്ന് എടുത്ത വീഡിയോകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനിയിപ്പോൾ പിന്നെ ഓരോ ദിവസമൊക്കെ ആയിട്ട് ഇടാം. ചപ്പാത്തിയൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി തണുത്തതിന് ശേഷം കവറിൽ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും തണുത്തതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ചിക്കനൊക്കെ രാവിലെ വറക്കാൻ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ പുരട്ടി തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ. ചേന മെഴുക്കുവരട്ടിക്കുള്ളതെല്ലാം തലേദിവസം അരിഞ്ഞ് ഉപ്പിപ്പറ്റിച്ച് വെച്ചേക്കുമായിരുന്നേ. അത് എണ്ണയിലിട്ട് പിറ്റേ ദിവസം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു. പിന്നെ ചോറ് ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചത്, പക്ഷേ കുഞ്ഞിപ്പെണ്ണിന് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് സാധാരണ ചോറ് വെച്ചിട്ട് അതിലേക്ക് നാരങ്ങാനീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. രാത്രി വരെ ചോറ് ഇരിക്കേണ്ടതായതുകൊണ്ട് കേട്ടോ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പുളിയൊന്നും ഉണ്ടാവത്തില്ല ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചത് കൊണ്ട്. പിന്നെ ചിക്കനൊക്കെ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം തണുത്തിട്ട് വേണം പിന്നെ പാക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലാസ്കിൽ കുറച്ച് കട്ടൻ കാപ്പിയും ആക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ പിന്നെ പിറ്റേ ദിവസം നേരം വെളുക്കുന്നിടം വരെ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് വരികയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നേ. വൈകുന്നേരം കയറി പിറ്റേ ദിവസം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങ് എത്തിയത് കൊണ്ട് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നിയില്ലായിരുന്നു.
മുട്ട റോസ്റ്റിനുള്ള സവാളയൊക്കെ വഴറ്റി തണുത്തപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നല്ലോ. പിറ്റേ ദിവസം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തക്കാളി ആദ്യം ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് ഈ സവാള ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രാവിലെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് തക്കാളിയൊക്കെ ചേർത്താലും കേടൊന്നും ആവത്തില്ല, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ പൊടികളെല്ലാം ചേർത്തു നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, മുട്ടയും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിത്ര വീഡിയോ എടുത്തുള്ളൂ, മുട്ടയൊന്നും ചേർത്ത് മിക്സ് ആക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ വിളിച്ചെഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അവളെ ഒരുക്കി പിന്നെ ചായയൊക്കെ കുടിച്ച് പോകാനെല്ലാം റെഡിയായിട്ടിരിക്കുക. എല്ലാ സാധനവും എടുത്തോന്ന് ഒന്നുകൂടെ നോക്കുക കേട്ടോ. മമ്മി പിന്നെ ശകലം ഉപ്പ് വേണ്ടി വന്നെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഒരു കവറിലല്ല ഒരു കുപ്പിയിലൊക്കെ ആക്കി തരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്, കാല് കുത്താൻ സ്ഥലമില്ലെന്ന് പറയാലോ, അതുപോലെ തിരക്കായിരുന്നേ. May I have your attention please? Train number 12218 from Chandigarh to Trivandrum North Superfast Express is कृपया लक्ष द्या. गाडी नंबर 1228 चंदीगड नगर होणारी त्रिवेंद्रम नॉर्थ ला जाणारी सुपरफास्ट एक्सप्रेस सुरत वेळा प्लॅटफॉर्म क्रमांक 6 वर येत आहे. गाडी नंबर 1228 चंदीगड से आने वाली त्रिवेंद्रम नॉर्थ सुपरफास्ट एक्सप्रेस कुछ समय में प्लेटफॉर्म क्रमांक 6 पर आ रही है. May I have your attention please? Train number 12218 from Chandigarh to Trivandrum North Superfast Express is arriving on platform. എടുത്തോണ്ടിരിക്കുക
ട്രെയിനിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ചപ്പാത്തി മുട്ട റോസ്റ്റും ഒക്കെ കഴിച്ചായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കളറടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബുക്കും ക്രയോൺസും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങോട്ട് പോയപ്പോഴും മേടിച്ചായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പണി വേണ്ടേ, ബോറടിക്കാതിരിക്കണമല്ലോ. ಅವಳು ಏನೇನೋ ಗೊತ್ತಿಲ್ಲ ಲೈನ್ ತಗೊಂಡು ತಗೊಂಡಿದ್ದೀನಿ ರಾಮ ಹಿಡ್ದಪ್ಪನ ಬೇರಂತ ಆಟ त्याचा जोकले पटापट मला ओत बरोबर मग इथे फंक्शन जास्त एप्रिल मध्ये याला दिवस जास्त खूप म्हणजे पण ಕೋಲಂ ದಿಕ್ಕಿ ನಾವು ಜನವರಿ ಫೆಬ್ರವರಿ ಟೈಮ್ ಇದೆ ಬೇರೆ ಬಿಡಿಸಿ ದಕ್ಕ ವಿಕ್ಕ ಗೊತ್ತಾಗ್ಬಿಡತ್ತ ಇದು ಇಂಚ ಇದ್ದಾಗಲೇ ಹೊಂಡವರು ಸರ್ಕಲ್ ഒരു വിസിരിക്കുന്നത് കാണിച്ചു. ಗಡಿಯಾರ കൈ മാറ്റൂ ഞാൻ മാറ്റിക്ക്. ನಾನು ಇನ್ನೆಲ್ಲ ಚಪಾತಿ ರೊಟ್ಟಿ ಉಂಟು ಓದಿದ್ದೀನಿ ಅಲ್ಲ ಖಾಲಿ ಇರ್ತೇನೆ ಬಯ್ಯದನ್ನ ಮಲಗಬೇಕು ಕಟ್ಟಿಯಲ್ಲಿ ರಾತ್ರಿಗೆ ಇರ್ತಿಲ್ಲ ಬಾಡಿನ ಮಾದ ಒಂದು ನಮ್ಮ ಬಾಡಿ ಸುತ್ತಾಲು ఒక ఏజ్ ఒక్క ನಮ್ಮ బాడీ జరుగుతా పుజిపురం లేకిన్ ನಮ್ಮ ಪೂರ ತುಂಬಿಕೊಂಡವು ಆ ಖುಷಿ ಖುಷಿ ಪಟಾಕಿ ಜೋಕುಲಾಗು ಜೋಕುಲು ಆಗಿಲ್ಲ కదా 10 ವರ್ಷದಾಗ ಎಲ್ಲ ಬಾಲ್ಯ టైంలో 10 మామూలు కలిపిన వాళ్ళు విషయాలు అదే కదా ఇచ్చబలుతుంటారు మన దాటి మామూలు అడగవాలి കർണാടകത്തിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല രസമുള്ള ഗ്രാമങ്ങളും കാഴ്ചകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു, കുറച്ച് നേരം അങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്ക് കോഴിക്കോട് എത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് വന്നിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. അവിടെ ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, പഴയ കുപ്പികളൊക്കെ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ചേട്ടയെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അക്കു ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. അക്കു ഇനിയിപ്പോൾ റിസൾട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മമ്മിയൊക്കെ വരുന്നുണ്ട്, ആ കൂടെയാണ് വരുന്നത്. കുഞ്ഞു ഞങ്ങൾ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയായിരുന്നേ. ഇവിടെ കുറേ ആൾക്കാർ ഓരോന്നൊക്കെ വിരിച്ചിട്ട് കിടക്കുന്നുണ്ട്. ചൂട് കൊണ്ട് തലേദിവസം രാത്രി തന്നെ ഇവിടെ കിടക്കുമായിരുന്നോ എന്നറിയത്തില്ല. ഏതായാലും കുറേ ആൾക്കാർ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അത്രയും രാവിലെ ആയിട്ട് പോലും ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശർത്ത് ഒഴുകുമായിരുന്നു കേട്ടോ. അതുപോലെ ചൂടാണേ. പിന്നെ സൂക്ഷിച്ചൊന്നും നടന്നില്ലെങ്കിൽ എലിയുടെ കടിയൊക്കെ കൊള്ളും. എലിക്കൊന്നും ഒരു പേടിയെന്ന് പറയുന്ന സാധനമില്ല. ഇഷ്ടം പോലെ എലികളുടെ കൂട്ടമാണ് കേട്ടോ. രാവിലെ ട്രെയിനൊക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുമ്പോൾ ബീച്ചിൽ കൂടെ ഒക്കെ കുഞ്ഞിപ്പെണ്ണിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയതാണ്. എനിക്ക് തീരെ നടക്കാനൊന്നും വയ്യായിരുന്നു. എന്തൊക്കെയോ വല്ലാത്ത ക്ഷീണവും വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹോട്ടലിൽ കയറി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു.
ഞാനും കുഞ്ഞിപ്പെണ്ണും പൊറോട്ടയാണ് കഴിച്ചത്, മുട്ടക്കറിയും കൂടെ. ചേട്ടായി ഇടിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ രാവിലെ ആയതുകൊണ്ട് ചുരത്തിൽ വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, വേഗം ചുരമൊക്കെ കയറി പോന്നു. ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് ചുരം കയറണമെന്ന് വിചാരിച്ചിട്ട് എവിടെയും വണ്ടി നിർത്തിയില്ല കേട്ടോ. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തി വീഡിയോ എടുക്കാനൊക്കെ നല്ല സ്ഥലമായിരുന്നു, പക്ഷേ അവിടെ ഒന്നും വണ്ടി നിർത്തിയില്ല. ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുരങ്ങന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്കങ്ങനെ ഇറങ്ങി, കാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ ഓട്ടോയും കൊണ്ടാണ് പോയത്. ഇവിടെ വേസ്റ്റ് ചെയ്യുന്ന കുരങ്ങൻ എന്തോ തപ്പുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. താഴേന്ന് വണ്ടികളൊക്കെ കയറി വരുന്നത് കാണാം. അങ്ങ് ദൂരെ ഒരു മുസ്ലിം പള്ളിയൊക്കെ കാണാം. അങ്ങനെ നല്ല രസമാട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയതേ ഉള്ളൂ. ഞങ്ങൾ ചുരമൊക്കെ കയറി ഇങ്ങനെ പോരുമ്പം ഇവിടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. ആർക്കും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് വണ്ടി തട്ടിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടൗണിൽ വന്നു കഴിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത്. ആങ്ങളയുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് നടുവേദന ഉണ്ടായിരുന്നു, സഹിക്കാവുന്ന വേദനയുള്ളൂ, വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രയുടെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും വയ്യ, ഭയങ്കര വേദനയായി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേദന ഭയങ്കര കൂടുതലായതുകൊണ്ട് 2 ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം അഡ്മിറ്റാക്കി. എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. നട്ടെല്ലിന് നീർക്കെട്ടുണ്ട്, 2 ആഴ്ച റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് പണികളൊന്നും ചെയ്യുന്നില്ല, ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തേക്കാളും വേദനയൊക്കെ കുറഞ്ഞു, ചെറിയൊരു വേദന മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.